ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു മിക്സ് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. കറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ മിക്സ് വെജിറ്റബിൾ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറിയ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. മറ്റ് വെജിറ്റബിൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാരറ്റിനും ഉരുളക്കിഴങ്ങിനും കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ആദ്യം ചേർത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ചേർക്കുന്നത് കോളിഫ്ലവറാണ്. ഒരു മീഡിയം സൈസ് കോളിഫ്ലവറിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവുകയും വേണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ അല്ലിയൊക്കെ ഒന്ന് ഇളക്കി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ക്യാപ്സിക്കം കൂടെ ചേർക്കുവാണ്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നമ്മൾ ലാസ്റ്റിൽ ആഡ് ചെയ്ത ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അധികം നേരം ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വഴറ്റി എടുത്താൽ മതിയാകും. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ പാനിലോട്ട് ഞാൻ കുറച്ച് പനീർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. മറ്റ് വെജിറ്റബിൾസിൻ്റെ കൂടെ പനീർ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ വശവും ഇതുപോലെ മറിച്ചും തിരിച്ചുവിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ നേരത്തെയുള്ള സെയിം ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. 2 കുഞ്ഞു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം. കളറൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി കിട്ടുമ്പോൾ നമുക്ക് ബാക്കി പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന മല്ലിപ്പൊടിയാണ്, അത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് വേണ്ടുന്നത്. കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു തക്കാളി പ്യൂരി ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി വേണമെങ്കിൽ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയുടെ വെള്ളമൊക്കെ ഇതുപോലെ വറ്റിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പനീർ ചേർക്കുന്നില്ല, ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഗ്രേവിയൊക്കെ പച്ചക്കറിയിലോട്ടൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടണം. എന്നിട്ട് ഇതുപോലെ ചാറൊക്കെ കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ കൂടി ചേർത്ത് കൊടുക്കണം. പനീർ ആദ്യമേ ചേർക്കേണ്ട, ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ പനീർ ചേർത്താൽ മതിയാകും, അല്ലെങ്കിൽ പനീർ അങ്ങ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ലാസ്റ്റിൽ ഗ്രേവിയൊക്കെ വറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ പനീർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഇട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ് വെജിറ്റബിൾ കറി ഇവിടെ റെഡിയാണ്. കറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രേവിയാണ്, ഒരു ഡ്രൈ ഗ്രേവിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.